മോനെ, ഞാനിവിടെ ഉണ്ടായിരുന്നു അച്ഛാ. സഞ്ജു മോനെ, ഞാൻ വീണുപോയി മോനെ. ഞങ്ങളെല്ലാവരും കൂടെയില്ല അങ്കിൾ. അങ്കിളിനെ ഒരു വിധിക്ക് ഞങ്ങളെ വിട്ടുകൊടുക്കില്ല. ഇനി സച്ചി എപ്പോഴും അങ്കിളിന്റെ കൂടെ തന്നെ ഉണ്ടാവും. എന്റെ മോൻ അച്ഛനെ വിട്ടു പോവില്ലെന്ന് വാക്കുത. എന്ന് ഞാൻ അച്ഛന്റെ കൂടെ ഉണ്ടാവും. വാക്ക്. നമ്മുടെ ബിസിനസ്സുകളൊക്കെ നീ ഏറ്റെടുത്ത് നടത്തണം. ഞാനത് ചെയ്യാച്ച. നിനക്കൊരു കുടുംബജീവിതം ഉണ്ടാവണം. നിന്റെ താഴെ 2 പേര് കൂടിയുണ്ട്. അവർക്കിനി നീയല്ലാതെ വേറെ ആരുമില്ല മോനെ. അച്ഛൻ കൂടുതൽ സംസാരിക്കണ്ട. അച്ഛൻ ആവശ്യപ്പെടുന്ന പോലെ എല്ലാം ഞാൻ ചെയ്തോളാം. എത്രയും പെട്ടെന്ന് അച്ഛൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് വരണമെങ്കിൽ ആദ്യം ഞാൻ കേൾക്കേണ്ടത് നിന്റെ വിവാഹം ഉറപ്പിച്ചെന്ന് വാർത്തയാവണം. അതിൽ കുറഞ്ഞതൊന്നും അച്ഛന് കരുത്ത് തരില്ല. ഞാൻ ഉടനെ വിവാഹം ചെയ്യാച്ച. മതി മോനെ, അച്ഛനിപ്പോ അതേ വേണ്ടു. അച്ഛൻ അധികം സംസാരിക്കണ്ട. സച്ചേട്ടൻ എങ്ങും പോവില്ല. അച്ഛൻ ഉറങ്ങിക്കോ. സമാധാനത്തോടെ അച്ഛനൊന്ന് ഉറങ്ങട്ടെ. സച്ചേട്ടൻ വീട്ടിൽ പോയിന്ന് ഫ്രഷ് ആയിട്ട് വാ. ഇന്നലെ ഓടി വന്ന അതേ ഡ്രസ്സിലല്ലേ? ഏട്ടത്തി സന്ദീപേട്ടന് ഉടനെ വരും. ഇവള് പറഞ്ഞ ശരിയാ. നീ വാ, നമുക്ക് കുളിച്ച് വേഷം മാറി വരാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ വിളിക്കണം. ഞാൻ വിളിക്കാം. സച്ചേട്ടൻ ധൈര്യമായിട്ട് ചെല്ല്. ഹോസ്പിറ്റലിൽ എന്തുണ്ട് വിവരങ്ങൾ? അച്ഛൻ സുഖമായിട്ടിരിക്കുന്നു. ഇത്രയും പെട്ടെന്ന് അച്ഛൻ ഇങ്ങനൊരു അവസ്ഥയിലെത്തുമെന്ന് ഞാൻ കരുതിയതല്ല. കൂട്ടുകാരൻ എപ്പോഴും അച്ഛന്റെ കൂടെ തന്നെ കാണണം. ഞാനും അത് നിശ്ചയിച്ചു. മുത്തച്ഛനും അമ്മയും നാളെ അച്ഛനെ കാണാൻ പോകുന്നുണ്ട്. അത് മുത്തശ്ശൻ എന്നോട് പറഞ്ഞു. ഈ സമയം അച്ഛന്റെ മനസ്സ് വേദനിക്കുന്ന ഒന്നും കൂട്ടുകാരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. ഞാനത് ശ്രദ്ധിക്കുന്നുണ്ടമ്മോ. ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ തുടങ്ങിയതാ ഞാൻ. സന്ദീപ നിർബന്ധിച്ച് പറഞ്ഞത്. അച്ഛന് വേറെ പ്രശ്നമൊന്നുമില്ല, നാളെ വന്നാ മതിയെന്ന്. അച്ഛനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്കതിനല്ലേ കഴിയൂ. എനിക്കത് അറിയില്ലേ അമ്മു. അമ്മുവിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നാളെ രാവിലെ കൂട്ടുകാരൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടോ? രാവിലെ പോണം. എന്താ അമ്മുവിന് വരണമെന്നുണ്ടോ? എന്റെ അച്ഛനെ കാണാൻ അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയിരിക്കും. അത് വേണ്ട. ഞാൻ ആരാന്ന് ചോദിച്ചാ കൂട്ടുകാരൻ അച്ഛനോട് എന്തു പറയും? ചേച്ചി വരുന്നുണ്ടെങ്കിൽ ഞാൻ കൂടെ വന്നോളാം. ആ, സഞ്ജു എന്റെ കൂടെ വരുന്നുണ്ട്. സ്വാധീനം കൂട്ടാം. അമ്മ കൂടെ പോന്നു. അതാവുമ്പോ കൂടുതൽ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. അച്ഛൻ അമ്മൂനെ ഒന്ന് കണ്ടിരിക്കട്ടെ. നാളെ കൂട്ടുകാരൻ എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരാവോ? എവിടേക്കാ അമ്മു? അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ കൂടെ വരാൻ പറയുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. അച്ഛൻ റിക്കവർ ചെയ്തല്ലോ. അമ്മ പറഞ്ഞോളൂ, എവിടേക്കാ അമ്മൂന് പോവേണ്ടത്? അത് പെരുവണ്ണാപുരത്തെ ക്ഷേത്രത്തിലേക്കാ. അമ്മു അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ ദേവിക്ക് നേർച്ചകൾ നേർന്നിരിക്കുന്നു. ഒന്നും പറഞ്ഞില്ല. സമയമുണ്ടാവില്ലല്ലേ? അമ്മ വിളിക്കുന്നത് ക്ഷേത്രത്തിലേക്കല്ലേ? അമ്മുവിന്റെ കൂടെ ഞാൻ വരാം. സത്യത്തില് അച്ഛന്റെ മുഖം ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോ ഞാൻ പെരുവണ്ണാപുരത്തുമായി മനസ്സിൽ ധ്യാനിച്ചുപോയി. അമ്മു എന്നെ അവിടേക്ക് വിളിക്കൂടി ചെയ്തപ്പോ മനസ്സിന് എന്ത് ആശ്വാസമായെന്നോ. പോവേണ്ടത് തന്നെയാ. അച്ഛൻ ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ്
പെരുവണ്ണാവൂരത്ത് അമ്മയുടെ മുമ്പിൽ ചെന്ന് നിന്ന് നന്ദി പറയണം. നിന്നെ ഞാൻ കൂടുതൽ കൂടുതൽ സ്നേഹിച്ചു പോവുകയാണമ്മോ. എന്നാ രാവിലെ തന്നെ പോവാം. ഞാൻ റെഡി ആയിക്കോളാം. അമ്മ അറിയിച്ചാ മതി. ശരി, എന്നാ ഞാൻ പൊക്കോട്ടെ, അത്താഴത്തിന്റെ തിരക്കുണ്ട്. അമ്മ ചെല്ല്. അമ്മുവിന്റെ പ്രാർത്ഥനയാവും അച്ഛന്റെ ജീവൻ നിലനിർത്തിയത്. അച്ഛാ, ദേ മംഗലശ്ശേരിയിലെ മുത്തശ്ശനും അമ്മയും വന്നു. മോനെ സേതു. അച്ഛാ, ഇരിക്കേ. സേതുവേട്ടന് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. സഞ്ജു സച്ചിയും നെല്ലിശ്ശേരി വന്നതും അവിടെ വെച്ചുണ്ടായ സംഭവങ്ങൾ ഞങ്ങൾ അറിയുന്നതും അവന്തിക മംഗലശ്ശേരി വന്നിട്ടാ. സച്ചി കൂടി ഇങ്ങനെ ആയാൽ ഞാൻ എന്ത് ചെയ്യും അച്ഛാ? അവന്തേക്ക് നല്ലൊരു മനസ്സുണ്ടായതുകൊണ്ടാ ബിസിനസ്സിൽ കാലിടറാതെ പോകുന്നത്. എനിക്കെല്ലാം മനസ്സിലാകും മോനെ. സച്ചി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തേ പറ്റൂ. പേസ് മേക്കറില ഞാനിപ്പോ ജീവിക്കുന്നത്. അത് മാത്രം മതിയോ? പ്രതീക്ഷകളും വേണ്ടേ? ആ പെൺകുട്ടിയുമായിട്ടുള്ള കല്യാണത്തിന് സച്ചി സമ്മതം പറഞ്ഞോ? ഉടൻ കല്യാണം കഴിക്കാമെന്ന് സച്ചേട്ട അച്ഛന്റെ കൈ തൊട്ട് സത്യം ചെയ്തതാ. ആഹാ. ഇനി ആ കുട്ടിയായിട്ടുള്ള കല്യാണം നടക്കുമെന്നുള്ള കാര്യം ഉറപ്പായതല്ലേ അമ്മേ? അവനെന്താ ആ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറയാൻ? അങ്ങനെ വല്ല കാരണവും പറഞ്ഞു? ഒരു കാര്യമില്ല. അവന് ബാധ്യതകൾ ഏറ്റെടുക്കാൻ വയ്യ. സ്വതന്ത്രമായി നടക്കണം. അമ്മോന്റെ കാര്യം സച്ചി വീട്ടിൽ പറഞ്ഞിട്ടില്ല. അവനിപ്പോ മംഗലശ്ശേരിയിലുള്ളത് എന്തുകൊണ്ടും നല്ലതാ. ശ്രീദേവി അവനെ ഒന്ന് ഉപദേശിക്കണം. സഞ്ജുവിനെ മുൻനിർത്തി സച്ചിയെ ഉപദേശിക്കാൻ ശ്രീദേവിക്ക് കഴിയും. അവന്തിക അവന് വേണ്ടി കണ്ടെത്തിയത് നല്ല കുട്ടിയാ. എനിക്ക് ആ കല്യാണം നടത്തണം. ഞാൻ സച്ചിയോട് സംസാരിക്കാൻ സേതുവേട്ടാ. സച്ചേട്ടൻ ഇനി എങ്ങനെ എതിർക്കാനാ? ആദ്യം നമുക്ക് ഈ കല്യാണം ആർഭാടമായി നടത്താം, അല്ലേ? അത് കഴിഞ്ഞ് സഞ്ജുവിന്റെ കല്യാണം. ഇനിയുള്ള കാലം നിങ്ങളുമായി പഴയ സൗഹൃദത്തിൽ പോകാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. നിനക്ക് എപ്പോ വേണമെങ്കിലും മംഗലശ്ശേരിയിലേക്ക് വരാവുന്നല്ലേ ഉള്ളൂ. അതെ. നീയായിട്ടാ ഒരകൽച്ച ഉണ്ടാക്കിയത്. മുകുന്ദനില്ലാത്ത വീട്ടിൽ എനിക്ക് വരാൻ കഴിയാഞ്ഞിട്ട. അച്ഛനറിയാലോ, അന്ന് ആ ആക്സിഡന്റ് നടക്കുമ്പോൾ മുകുന്ദന്റെ കൂടെ കൊല്ലപ്പെടേണ്ടതായിരുന്നു ഞാനും. ഒരു ബിസിനസ് ആവശ്യത്തിന് ഞാനും മുകുന്ദനും ഒരുമിച്ച് എറണാകുളത്തേക്ക് പോയത്. മടങ്ങി വരുമ്പോൾ മറ്റൊരാവശ്യത്തിന് മുകുന്ദൻ എന്നെ ടൗണിൽ വിട്ടിട്ട് പോയി. പിന്നാലെ മറ്റൊരു വണ്ടിയിൽ ഞാനും വന്നു. ആ വഴിക്ക മുകുന്ദന്റെ കാറ് ആക്സിഡന്റിൽ പെടുന്നത്. ഞാൻ അവിടെ എത്തുമ്പോ കണ്ടത് ഇടിച്ചു തകർന്ന മുകുന്ദന്റെ കാറ്. അന്നേ എനിക്ക് തോന്നിയ സംശയം മുകുന്ദനെ ആരോ അപകടത്തിൽപ്പെടുത്തി കൊലപ്പെടുത്തിയതാണെന്ന്. നീ അതെന്നോടും പോലീസിനോടും പറഞ്ഞിരുന്നു. ആ അന്വേഷണം ഒട്ടും ഫലം കണ്ടതുമില്ല.
വർഷങ്ങൾ കുറെ കഴിഞ്ഞു പോയെങ്കിലും മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോയിട്ടില്ല. അച്ഛൻ കുറെ സംസാരിച്ചു. ശരിയാ, സേതുവേട്ടനിപ്പോ വിശ്രമിക്ക്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഞങ്ങൾ വന്ന് കാണാൻ മോനെ. അച്ഛാ, എനിക്ക് ഒരപേക്ഷ കൂടിയുണ്ട്. ഇനി സച്ചി വിവാഹക്കാര്യം പറയുമ്പോ ഇഷ്ടക്കുറവ് കാണിക്കരുത്. ആ കുട്ടിയുടെ അച്ഛൻ ദയാനന്ദ മാഷിന് ഞാൻ വാക്കുകൊടുത്തതാ. എനിക്കത് പാലിക്കണം അച്ഛാ. ആ കല്യാണം എത്രയും വേഗം നടക്കണം. നിങ്ങൾ വേണം അതിനവനൊരു മനസ്സുണ്ടാക്കാൻ. അവൻ സമ്മതിക്കും. അച്ഛന്റെ വാക്ക് മതി എനിക്ക്. ശരി മോനെ, ഞങ്ങൾ ഇറങ്ങാം. പോട്ടെ മോളെ. ശരി സേതുവേട്ട, എന്നാ പിന്നെ ഇറങ്ങ. ഓ, ലച്ചു ഇപ്പോ മുടങ്ങാതെ നാട്ടിലേക്ക് വരുന്നുണ്ടല്ലോ. ഒരു പൂജയുണ്ട് തിരുമേനി, അതിന് വന്നതാ. ആഹാ. അച്ഛൻ ഹോസ്പിറ്റലിലെ തിരുമേനി. അദ്ദേഹത്തിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയുള്ള പൂജയാ. അദ്ദേഹത്തെ ദേവി കാത്തോളും. നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. ഉച്ചപൂജ കഴിഞ്ഞേ പൂജയുള്ളൂ. ഞങ്ങള് കാത്തിരിക്കാൻ തിരുമേനി. ആ, ആയിക്കോട്ടെ. കൂട്ടുകാരൻ ഈ ക്ഷേത്രമുറ്റത്ത് വെച്ചാ എന്നോടുള്ള ഇഷ്ടം പറഞ്ഞത്. അതെ, എനിക്കത് മറക്കാൻ പറ്റുമോ? ഇവിടെ വെച്ച് എനിക്കൊരു വാക്ക് തരാൻ കൂട്ടുകാരന് കഴിയോ? ആ വാക്ക് മരണം വരെ പാലിക്കാൻ വേണം. എന്ത് വാക്കാ ഞാൻ അമ്മൂന് തരേണ്ടത്? ചോദിച്ചോളൂ, ഞാൻ തരാം. വെറും വാക്കല്ല, കൂട്ടുകാരൻ എന്റെ കയ്യിൽ സത്യം ചെയ്തു തരണം. എന്താ ഞാൻ സത്യം ചെയ്ത് പറയേണ്ടത്? പെരുവണ്ണാപുരത്ത് അമ്മയാണേ സത്യം. ഈ വാക്ക് ഞാൻ എന്നും പാലിച്ചിരിക്കും. പെരുവണ്ണാപുരത്ത് അമ്മയാണ് സത്യം. അമ്മൂന് തരുന്ന വാക്ക് ഞാൻ പാലിച്ചിരിക്കും. എന്താ അമ്മൂന് ഇത്ര സംശയം? ഇവിടെ വെച്ചാണ് ഒരാളിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. ഒരിക്കലും അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ജീവിച്ചിട്ടില്ല. ഇനി അദ്ദേഹത്തിന്റെ ഭാര്യയെ ജീവിക്കുകയില്ല. ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ അമ്മു. മംഗലശ്ശേരി വെച്ചാണ് ആദ്യം ഞാൻ കൂട്ടുകാരനെ കാണുന്നത്. എന്റെ ചേച്ചിയുടെ ആളെ അതിനു മുമ്പ് ഞാൻ കണ്ടിരുന്നില്ല. ചേച്ചിയുടെ ആളായി ഞാൻ തെറ്റിദ്ധരിച്ചത് കൂട്ടുകാരനെയായിരുന്നു. അപ്പൊ തന്നെ കൂട്ടുകാരൻ എന്റെ മനസ്സിൽ വലിയൊരു സ്ഥാനം ഉണ്ടായി. പിന്നീടാണ് ചേച്ചിയുടെ രാജകുമാരന്റെ കൂട്ടുകാരനാണെന്ന് ഞാൻ അറിയുന്നത്. ശരിയാണ്, ആ സമയത്ത് നമ്മൾ തമ്മിൽ ഒരു പരിചയപ്പെടലുണ്ടായിട്ടില്ല. അമ്മുവിന്റെ സദ്യ ഞാൻ പുകഴ്ത്തുകയും ചെയ്തു. ഏതാപത്തിലും സഹായിക്കാൻ മനസ്സുള്ള ആളാണ് കൂട്ടുകാരനെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് എന്റെ കഥകളൊക്കെ ഞാൻ കൂട്ടുകാരനോട് പറഞ്ഞത്. അതുകൊണ്ടല്ലേ ഞാൻ അമ്മുവിനെ അറിഞ്ഞതും കൂടുതൽ അറിയാൻ ശ്രമിച്ചതും. പക്ഷേ കൂട്ടുകാരൻ എന്നെ മനസ്സിലാക്കാതെ പോയി. മനസ്സിലാക്കിയിരുന്നെങ്കിൽ കൂട്ടുകാരൻ ഒരിക്കലും എന്നോട് ഇഷ്ടം പറയില്ലായിരുന്നു. ഒരു നല്ല സുഹൃത്തായി കാണുമായിരുന്നു. എനിക്കൊരിക്കലും കൂട്ടുകാരനെ ഭർത്താവായി കാണാൻ കഴിയില്ല. കൂട്ടുകാരൻ എന്നോട് ക്ഷമിക്കണം. വീട്ടുകാർ കണ്ടെത്തിയ കുട്ടിയെ സ്വീകരിക്കണം. കൂട്ടുകാരന്റെ ഭാര്യയാവാൻ ദൈവം വിധിച്ചത് ആ കുട്ടിയെയാ. വിവാഹത്തിന് സമ്മതമാണെന്ന് അമ്മുവല്ലേ വാക്ക് പറഞ്ഞത്? ഇത് വലിയ ചീറ്റിംഗ് ആണ്. എന്നിട്ടിപ്പോ വാക്ക് മാറ്റി പറയാൻ അമ്മുവിന് എങ്ങനെ കഴിയുന്നു? ഞാൻ സമ്മതിച്ചു തരില്ല.
ആരാ അമ്മുവിന്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചത്? എന്റെ വീട്ടിൽ നിന്ന് അമ്മുവിനെ കാണാൻ വന്നത് ആരാ? എനിക്ക് അത് അറിഞ്ഞേ തീരൂ. എന്നെ കാണാൻ ആരും വന്നിട്ടില്ല. കൂട്ടുകാരനെ അവിവേകം ചെയ്യാൻ പുറപ്പെട്ടപ്പോ ഞാൻ കൂട്ടുകാരനെ സ്വീകരിച്ചില്ലെങ്കിൽ ചേച്ചി വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്കങ്ങനെ പറയേണ്ടി വന്നു. ഒരിക്കലും മനസ്സാഗ്രഹിച്ച് പറഞ്ഞതല്ല ഞാൻ. അവരുടെ കല്യാണം കഴിഞ്ഞ ഉടനെ ഞാൻ ആ വീട്ടിൽ നിന്ന് പോവാനും തീരുമാനിച്ചു. ഞാൻ പറയുന്നത് സത്യമാണ്. ഇപ്പൊ കൂട്ടുകാരന്റെ വിവാഹം നടത്താൻ വീട്ടുകാർ വന്നു. അത് ദേവിയുടെ നിശ്ചയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ അല്ല, മനുഷ്യന്റെ തീരുമാനം. അഭീഷ്ടസിദ്ധി പൂജ നടത്തിയപ്പോ എനിക്ക് ചുവന്ന പൂക്കൾ കിട്ടിയതോ? അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞതാ. എനിക്ക് ആ വിശ്വാസം ഉണ്ടാക്കി തന്നത് അമ്മുവാ. കൂട്ടുകാരന്റെയും എന്റെയും വിവാഹം നടന്നു കാണുമെന്ന് പ്രാർത്ഥിച്ചോ? മംഗലശ്ശേരി വിട്ട് അമ്മു എന്റെ വീട്ടിൽ വന്ന് താമസിക്കണേ. അമ്മൂന് എന്നോട് സ്നേഹം ഉണ്ടാവാൻ അവക്ക് മനസ്സ് വരുത്തണേ. അവൾ എന്നും എന്റെ കൂടെ തന്നെ ഉണ്ടാവണേ ദേവി. അമ്മൂന് എന്നോട് സ്നേഹം തോന്നണമെന്ന് പറഞ്ഞാ എന്താ അതിന്റെ അർത്ഥം? വിവാഹത്തിന് സമ്മതിക്കണമെന്ന് പറഞ്ഞാൽ എന്താ? മംഗലശ്ശേരി വിട്ട് എന്റെ വീട്ടിൽ വന്ന് താമസിക്കണമെന്നും ഞാൻ പ്രാർത്ഥിച്ചു. പറ, ഇതിൽ കൂടുതൽ എന്തു വേണം? ഒന്നൊഴികെ എല്ലാം ദേവി നിറവേറ്റിയില്ലേ? ഞാൻ മംഗലശ്ശേരി വിട്ട് കൂട്ടുകാരന്റെ വീട്ടിൽ വരുന്നതേ നടക്കാതിരുന്നിട്ടുള്ളൂ. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ ഞാൻ മംഗലശ്ശേരി വിട്ടിറങ്ങും. പിന്നെ എനിക്ക് വേണ്ടത് ഒരു ജോലിയാ. കൂട്ടുകാരന്റെ വീട്ടില് ഒരു ജോലിക്കാരിയായി നിർത്തിയ ഞാൻ വരാം. അപ്പോ അതും സത്യമാവില്ലേ? നിന്റെ വിശദീകരണമൊന്നും എനിക്ക് കേൾക്കണ്ട. സംശയം തീർന്നില്ലെങ്കിൽ ഒരു അഭീഷ്ടസിദ്ധി പൂജ കൂടി നമുക്ക് നടത്താം. ദേവിയുടെ തീരുമാനം അറിയാലോ. നമ്മൾ വിവാഹിതരായി ജീവിതകാലം മുഴുവനും ഒന്നിച്ച് ജീവിക്കാൻ മാത്രം പ്രാർത്ഥിക്കുക. ഞാനതിന് തയ്യാറാ. ദേവി എന്റെ കൂടെ തന്നെ കാണും. ചുവന്ന പൂക്കളം പ്രസാദത്തിന്റെ കൂടെ കിട്ടുന്നെങ്കിൽ അമ്മ വാക്കുമാറുവോ? ഇല്ല. കൂട്ടുകാരന്റെ ഇഷ്ടം എന്തോ അതിന് ഞാൻ തയ്യാറാവും. കൂട്ടുകാരനെ ഞാൻ വേദനിപ്പിക്കില്ല. ചുവന്ന പൂക്കൾ കിട്ടിയില്ലെങ്കിൽ കൂട്ടുകാരൻ വീട്ടുകാർ നിശ്ചയിച്ച പെൺകുട്ടിയെ സ്വീകരിക്കോ? എനിക്ക് വാക്ക് തരണം. എനിക്ക് സമ്മതം. സത്യം ചെയ്. എനിക്കിതിൽ അവിശ്വാസമൊന്നുമില്ല. അമ്മോ ആദ്യം സത്യം ചെയ്യേണ്ടത്. കൂട്ടുകാരൻ നടത്തുന്ന അഭീഷ്ടസിദ്ധി പൂജയിൽ ചുവന്ന പൂക്കളാണ് കിട്ടുന്നതെങ്കിൽ കൂട്ടുകാരനെ ഭർത്താവായി ഞാൻ സ്വീകരിക്കാം. പെരുവണ്ണാപുരത്ത് അമ്മയാണേ സത്യം. കൂട്ടുകാരൻ സത്യം ചെയ്യേ. അമ്മുവിനെ എന്റെ ഭാര്യയായി കിട്ടാൻ ദേവിക്ക് മുന്നിൽ ഞാൻ നടത്തുന്ന അഭീഷ്ടസിദ്ധി പൂജയിൽ ചുവന്ന പൂക്കളല്ല കിട്ടുന്നതെങ്കിൽ വീട്ടുകാർ നിശ്ചയിക്കുന്ന പെണ്ണിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിക്കോളാം. പെരുവണ്ണാപുരത്തെ അമ്മയാണ് ഇത്. അമ്മയുടെ ഭക്തനായ സച്ചി ചെയ്യുന്ന സത്യം. ഞാൻ അഭീഷ്ടസിദ്ധി പൂജയുടെ രസീത് വാങ്ങി വരാം. അമ്മ ക്ഷേത്രനടയിലേക്ക് വാ. അമ്മുവിനെ എന്റെ ഭാര്യയായി കിട്ടാൻ ദേവിക്ക് മുന്നിൽ ഞാൻ നടത്തുന്ന അഭീഷ്ടസിദ്ധി പൂജയിൽ ചുവന്ന പൂക്കളല്ല കിട്ടുന്നതെങ്കിൽ വീട്ടുകാർ നിശ്ചയിക്കുന്ന പെണ്ണിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിക്കോളാം.